ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായത് എന്റെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രത്യുത എന്റെ സെൽഫിലുള്ള സകല ആശ്രയത്തെയും നശിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ ഫെയ്ത്ത്. അല്ലാത്തത് ഈസ്റ്റേൺ ഫെയ്ത്ത് ആണ്. പൗരസ്ത്യ ചിന്തയിലെ വിശ്വാസമാണ് ഇന്ന് ക്രിസ്തീയ പ്രസംഗങ്ങളിൽ, ടെലിവിഷനിലും മറ്റും കാണുന്നത്. പൗരസ്ത്യ മതചിന്തയിലെ ഫെയ്ത്തിന്റെ ഒരു ക്രിസന്റ് വേർഷനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഓട്ടോ സജഷൻ നടത്താനല്ല. നിനക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കും, നിനക്ക് കഴിയും. അതെല്ലാം ഇവിടുത്തെ ധ്യാന ഗുരുക്കൾ പറയുന്ന, ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ നടത്തുന്ന യോഗയൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയൊക്കെയാണ് ഇതൊക്കെ. അത് പറയാനല്ല വേദപുസ്തകത്തിന്റെ പ്രസംഗകർ നിശ്ചയിക്കേണ്ടത്. അവർ നിശ്ചയിക്കേണ്ടത് നിനക്ക് കഴിയും. എനിക്ക് കഴിയത്തില്ലെന്നേ. നിനക്ക് കഴിയുമെന്ന് പറയുന്നത് ഈസ്റ്റേൺ ചിന്തയാണ്. നിനക്ക് കഴിയില്ല എന്നാൽ ദൈവത്തിന് കഴിയുമെന്ന് പറയുന്നതാണ് വേദപുസ്തകത്തിന്റെ ചിന്ത. നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ പൗരസ്ത്യ ഫെയ്ത്ത് അല്ല ദൈവസഭയിൽ പ്രസംഗിക്കേണ്ടത്. എന്ത്? വേദപുസ്തകത്തിന്റെ ഫെയ്ത്താണ്. വേദപുസ്തകത്തിന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയമാണ്. ട്രസ്റ്റ്. ആരിലുള്ള ആശ്രയം? ദൈവത്തിലുള്ള ആശ്രയമാണ്. ഞാൻ അവനിൽ പൂർണ്ണമായിട്ട് അങ്ങ് ആശ്രയിക്കുകയാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എന്നിലുള്ള ആശ്രയം ഇല്ലെങ്കിലേ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തകർക്കപ്പെടേണ്ടത് എന്നിലുള്ള ആശ്രയമാണ്. നമ്മള് യാക്കോബിന്റെ യബ്ബോക്ക് കടവിൽ വെച്ച് യാക്കോബിന്റെ അനുഭവം നമുക്കറിയാമല്ലോ, അല്ലെ? പെനിയേലിൽ വെച്ച് നടക്കുന്ന പെനിയേൽ സംഭവം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യാക്കോബ് എന്ത് ചെയ്താൽ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. എന്ത് ചെയ്താൽ, അങ്ങനെ എന്ത് ചെയ്താലും ദൈവത്തിൽ ആശ്രയിക്കാതെ വന്നപ്പോഴത്തേക്ക് ഒടുവിൽ, അതായത് ഒരുപക്ഷെ ഞാൻ ഭാവനയിൽ കാണുകയാണ്, കർത്താവിനോട് ചോദിക്കുന്നു, നീ എന്നാണ് എന്നെ ആശ്രയിക്കാതെ? മകനെയും, അതായത് ദൈവത്തിന്റെ സേനയെ അവന് കർത്താവ് കാണിച്ചു കൊടുത്തു. ഞാൻ നിനക്ക് വേണ്ടി സേനയെ ഇറക്കാൻ തയ്യാറാ. അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിന്റെ സേനയെ കണ്ടിട്ട് പോലും അവൻ പറയുന്നില്ല, കർത്താവേ നിന്റെ സേനയെ എനിക്കൊന്ന് വിട്ടുതരണമെന്ന് പറയുന്നില്ല. വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. അവന്റെ കൗശലബുദ്ധി ഉപയോഗിച്ച് അവന്റെ ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവൻ സമ്മാനം കൊടുത്തുവിടുന്നു. എന്നിട്ട് സമ്മാനം കൊടുത്തുവിട്ട് ഓരോരോ, നിങ്ങൾക്ക് അറിയാമല്ലോ ആ കുതന്ത്രങ്ങൾ മുഴുവൻ അറിയാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കർത്താവ് ഇവന്റെ, അതായത് അവന്റെ ഭാര്യയും മക്കളെയും എല്ലാം അവൻ അക്കരയ്ക്ക് എടുത്തിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ഇക്കരെ ശേഷിച്ചിരിക്കുമ്പോൾ ഒരു പുരുഷൻ അവന്റെ അടുത്ത് വന്നു. വന്നതാരാണ്? ദൈവം, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഉഷസാഗോളം ആ പുരുഷൻ അവനോട് മല്ല് പിടിച്ചെന്ന്. ആരോട്? യാക്കോബിനോട്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് തിരിച്ചാണ്. യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച്. വേദത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഉഷസാഗോളം ആ പുരുഷൻ അവനോട് മല്ല് പിടിച്ചു. എന്തിനാ മല്ല് പിടിക്കുന്നത്? ദൈവം ഒരു മനുഷ്യനുമായിട്ട് മല്ല് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് തോപ്പിക്കാനുള്ളതല്ല ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ തന്നെ ദൈവം അങ്ങനെ മല്ല് പിടിക്കുമോ? അവിടെ നടന്ന സംഭാഷണം ഇതാണ്. അതുകൊണ്ടാണ് പിന്നീട് കരഞ്ഞപേക്ഷിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ ടോക്ക്. ആ ടോക്കിനകത്ത് ദൈവം ഇവനോട് ചോദിക്കുന്നത്, ഞാൻ ഭാവനയിൽ പറയുകയാണ്, ദൈവം എന്നോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ആശ്രയിക്കാത്തത്? ഇല്ല, ഞാനത് മാനേജ് ചെയ്തോളാം. നിന്റെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി, അവൻ എല്ലാ സമ്മാനങ്ങളെയും, ഓരോരോ സമ്മാനങ്ങൾ പലതായിട്ട് ഓരോ കൂട്ടത്തെയും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നാലോ? പിന്നെ വന്നു കഴിഞ്ഞാൽ അവൻ എന്റെ മക്കളെ ഞാൻ മുന്നേ വിട്ടിട്ടുണ്ട്, അവര് പോരാടിക്കോളൂ. മക്കളെ കൊന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യമാരുണ്ട്, അവരും ഉണ്ട്, അവർ ചിലപ്പോൾ പോരാടുമായിരിക്കും. അവരെ എല്ലാം തോപ്പിച്ചേച്ച് അവൻ നീന്തി ഇക്കരെ വന്നാലോടാ പറഞ്ഞു. അങ്ങനെ വന്നാ ഞാൻ പണ്ട് കാണിച്ച പണി കാണിക്കും. എന്തോ പണ്ട് കാണിച്ച്? ഞാൻ ഓടും. കാര്യം പണ്ടും എന്താ കാണിച്ചത്? ചേട്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എന്ത് ചെയ്തു? ഓടി. അപ്പൊ ഞാൻ ഓടും. ഇവനെ ജയിക്കയില്ല. എന്താ ജയിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ജന്മം ചെയ്ത ദൈവത്തിൽ ആശ്രയിക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. അതാ, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവന്റെ തുടയുടെ തടം തൊട്ടു. ഓക്കെ, നേരം വിളിക്കുകയാണല്ലോ, എന്നാ ഞാൻ പോട്ടെ, ബായ് എന്ന് ദൈവം പറഞ്ഞപ്പോഴാണ് നോക്കിയപ്പോ എന്താണ്? അവന്റെ തുടയുടെ തടം തൊട്ടപ്പോ കാലെന്ത് ചെയ്തു? ഒളുക്കിപ്പോയി. ഓടുന്നത് എങ്ങനാ? ഇനി
കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് എന്താ? അവസാനം നീ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞത്? ഞാൻ ഓടും. എന്നാ ഓടിക്കും. അപ്പൊ അവന് മനസ്സിലായി, ഇനിയിപ്പോ ഇവനിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ. അവൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. രാത്രി മുഴുവൻ അവന്റെ കൂടെ നിന്നിട്ട് നിന്റെ അനുഗ്രഹം വേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ അവന്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ ഓട്ടമായിരുന്നു, അവന്റെ കാലായിരുന്നു അവന്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇനിയും നിന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആശ്രയം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് അവനവനിൽ തന്നെയുള്ള ആശ്രയമല്ല, അവന്റെ സെൽഫിന്റെ പ്രൊമോഷനല്ല, അവന്റെ സെൽഫിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയല്ല. ക്രിസ്തീയ വിശ്വാസത്തിലെ ആശ്രയം എന്ന് പറയുന്നത് അവന്റെ സെൽഫിനെ ഡിനൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടെന്താ, യാക്കോബ് തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവനെ നമസ്കരിച്ചു എന്ന് പറയുന്ന ഭാഗം ഞാൻ നമ്മുടെ അബ്രഹാമിന്റെ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിശ്വാസം തലമുറകളിലൂടെ എന്നുള്ള ഭാഗത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സെഡ് ഇറ്റ്. പ്രിയമുള്ളവരെ, പിന്നെന്നും അവൻ യാക്കോബ് ദൈവത്തോട് പറഞ്ഞ കാര്യമുണ്ട്, കർത്താവേ, ഈ വടിയുടെ അറ്റത്ത് ചാരുമ്പോഴേ ഞാൻ ഓർക്കുന്നത് നീ എന്റെ തുടയുടെ തടമന്ന് തൊട്ടത്. അന്ന് തൊട്ട് ഈ വടിയില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ പഠിച്ചത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലായത്. അല്ല, ഞാൻ ഇപ്പോഴും ആരായിരുന്നേനെ? യാക്കോബ് ആയിരുന്നേനെ. പക്ഷെ എന്നെ തകർത്ത ആ തകർച്ചയ്ക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്നത് ആശ്രയത്തിന്റെ പുതിയ പാഠമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും എനിക്ക് അന്നുണ്ടല്ലേ പറ്റുള്ളൂ, കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. ദൈവത്തിനൊന്ന് ആശ്രയിക്കാൻ പോലും എനിക്ക് കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇരമ്യാവിനെ ചെളിക്കുഴിയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലായിരുന്നു. എബത്മേലൊക്കെ അവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇരമ്യാവേ, ഇതാ ഈ പഴംതുണിയൊക്കെ നീ എടുത്തിട്ട് എന്ത് ചെയ്യേ, കക്ഷത്തിലൊക്കെ പുറത്തുമൊക്കെ വെച്ച് കെട്ട്, എന്നിട്ട് ഞാനൊരു കയറങ്ങോട്ട് താഴ്ത്തിട്ട് വരാം. നീ എന്ത് ചെയ്യേ, നീ പിടിച്ച് കയറണ്ട, അതിനുള്ള ശക്തിയൊന്നും നിനക്ക് ഇല്ല. നീ നിന്നെ തന്നെ ഈ കക്ഷത്തിലൊക്കെ വെച്ച് കയറും കൊണ്ടൊരു കുരുക്കൊക്കെ ഉണ്ടാക്കി നീ നിന്നെ തന്നെ അങ്ങ് കെട്ട്. എന്റെ കൃപയുടെ കയറ് നിന്നെ ഒന്ന് വരിഞ്ഞു മുറുകട്ടെ, ഞാൻ നിന്നെ വലിച്ചു കയറ്റിക്കോളാം. പക്ഷെ ആ കൃപയുടെ, അതായത് നിനക്ക് പിടിച്ചു കയറാനുള്ള ശക്തിയൊന്നും ഇല്ല. ഇപ്പോ ഈ അവിടെ എഴുതിയിരിക്കുന്ന അവർ ഇരമ്യാവെ എന്നാണ് ഈ പഴംതുണികളും കീറ്റത്തുണികളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിന് പുറമെ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ കയറിട്ടവളെ കൊണ്ടാണെന്നറിയാമോ? പിന്നെ പിടിച്ചു കയറണ്ട, പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പിടിച്ചു കയറേണ്ട കാര്യമില്ല. ഇവനിങ്ങനെ റിലാക്സ് ചെയ്താൽ മതി. മറ്റെന്ത് ചെയ്യണം, ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ചോണം, കളയാൻ പാടില്ല, ഭയങ്കരമായിട്ട് പിടിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ആ കയറ്, കൃപയുടെ കയറ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്കെന്താണ്, പിന്നെ ഞാൻ റിലാക്സ് ചെയ്യണം. പിന്നെന്ത് ചെയ്യും, ഞാൻ പിടിച്ചു കയറണ്ട, അവൻ എന്നെ വലിച്ചു കയറ്റിക്കോളൂ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ പാഠം. പിടിച്ചു കയറാൻ നോക്കുകയല്ല, അവൻ വലിച്ചു കയറ്റിക്കോളും. പക്ഷെ വലിച്ചു കയറ്റണമെന്ന് എന്താണെന്നറിയാമോ? എന്താ? നമ്മൾ റിലാക്സ് ചെയ്യണം, ആശ്രയിക്കണം, പൂർണ്ണമായിട്ടും ആശ്രയിക്കണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? പിടിച്ചു നിൽക്കാൻ. ഞാനൊരിക്കല് ഒരു പെന്തിക്കോസ്ത് പത്രപ്രവർത്തകനൊരു പയ്യനെ വിളിച്ചൊരു ചായയൊക്കെ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഞാൻ എനിക്ക് ഇതിനോട് ഭയങ്കര സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ഈ ചായയൊക്കെ തന്നി സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. നിന്റെ കൂടെ നടക്കുന്ന മിക്കവർക്കും അതൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല, നീ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുന്നുള്ള നിർബന്ധമൊന്നും അവർക്ക് ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും നീ പോകത്തില്ല. ഇങ്ങനെയാണ് നീ പോകുന്നതെങ്കിൽ മിക്കവാറും നീ അങ്ങ് ചെല്ലത്തില്ല. അതുകൊണ്ട് ഈ ചായയൊക്കെ വാങ്ങിച്ചത് നിന്നോട് ഞാൻ പറയുക, നീ ഇത് കളഞ്ഞിട്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച, നിനക്ക് ദൈവം തീർച്ചയായും എന്താണ്, ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതെനിക്കറിയാം. അങ്ങനെയുള്ള ഒരു നല്ല പയ്യൻ, അല്ലാതെ ചില കള്ളന്മാരുണ്ട്, പക്ഷെ ഇവൻ അങ്ങനെയൊന്നും അല്ല. ഇവൻ വളരെ സിൻസിയർ ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില ഡീവിയേഷൻസ് ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. ഉടനെ അവൻ എന്നോട് ചോദിച്ച്, കുറച്ചു നേരം ദുഃഖിച്ച്, നമ്മുടെ മർക്കോസിന്റെ വിഷയം 10-ാം അധ്യായത്തിലെ ധനികനായ യുവാവ് ദുഃഖിച്ചു നിന്നതുപോലെ ദുഃഖിച്ചു നിന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, പിടിച്ചു നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ, അതാ പ്രശ്നം. നമ്മൾ പിടിച്ചു നിൽക്കുകയല്ല, അവൻ നമ്മളെ നിർത്തുകയാണ്. നമ്മൾ എത്ര നിന്നാലും നിൽക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പിടിച്ചു നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി?
നമ്മൾ നിന്നു കൊടുത്താൽ മതി. അവൻ നമ്മളെ നിർത്തുകയാണ്. ആ കൃപയുടെ കയറിട്ട് നമ്മളെ ഒന്ന് വരിഞ്ഞു മുറുക്കിക്കോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെ ആ കൃപയുടെ കയറിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എല്ലാം ചെയ്യുന്നത് യേശുവാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് യേശുവാണ്. അത് അവൻ വലിച്ചു കയറ്റിക്കോളും. പിടിച്ചു നിൽക്കാൻ നോക്കേണ്ട കാര്യമില്ല. പിടിച്ചു നിൽക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് എത്രയോ പ്രാവശ്യം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടോ? വല്ലതും നടന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അത് കഴിയില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ പരാജയം മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ നല്ലത് എന്താണ്? കർത്താവ് പറയാണ്, നീ ഒന്നും ചെയ്യണ്ട. വീണ്ടെടുപ്പ് ടോട്ടലി കർത്താവിന്റെ പ്രവൃത്തിയാണ്. ടോട്ടലി നമ്മുടെ ജീവിതത്തിന്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവാണ് ചെയ്യുന്നത്. ആകെ ഒരു കാര്യം മാത്രം മതി, നമ്മൾ അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി. അതൊരു ദൈവ പ്രവൃത്തിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നേടുന്നതായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും കർത്താവ് തന്നെ ചെയ്തെടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. എഫെസ്യർ 2 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രിയമുള്ളവരെ, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എന്തോന്ന് പ്രശംസിക്കാൻ? എന്താ നമുക്ക് പ്രശംസിക്കാനുള്ളത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. അനുസരണക്കേടിന് അധിപതി, അല്ലെങ്കിൽ ലോകത്തിന് അധിപതിയായ ആ അതായത് ദൈവത്തെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, ദുഷ്ടാത്മാവിനെ അനുസരിച്ച് നടന്നവരാണ് നമ്മൾക്ക് നമ്മുടെ മേൽ കൃപ തോന്നത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടേയില്ല. എന്താ ചെയ്തിട്ടുള്ളത്? എന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം അതിക്രമങ്ങളാൽ മരിച്ചിടുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ അവൻ ജീവിപ്പിച്ചു. അവന്റെ കരുണയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. 5 വാക്യത്തിൽ 2:5 അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മളെ ജീവിപ്പിച്ചു.